പാലിയേറ്റീവ് കുടുംബസംഗമവും ട്രീറ്റ്മെന്റ് സപ്പോർട്ടിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനവും അഞ്ചൽ വൈറ്റ് പാലസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അഞ്ചൽ CHSയുടെ പരിധിയിലുള്ള പാലിയേറ്റീവ് കുടുംബസംഗമവും ട്രീറ്റ്മെന്റ് സപ്പോർട്ടിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനോദ്ഘാടനവുമാണ് നടത്തിയത്. പാലിയേറ്റീവ് കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം പുനലൂർ MLA PS സുബാൽ നിർവഹിച്ചു. ഏറെ പ്രാധാന്യത്തോടെയാണ് സമൂഹവും സർക്കാരുകളും സന്നദ്ധ പ്രസ്ഥാനങ്ങളും ചർച്ച ചെയ്തത്. തീർച്ചയായും ഏകോപനത്തോടെ പരമാവധി ആശ്വാസം അതിന് അർഹരായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കേണ്ടത് അനിവാര്യമാണ്. വിദേശ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും എത്ര പണം സമ്പാദിച്ചു എന്നല്ല ഒരാളോട് ചോദിക്കും. എത്ര സമയം ചെലവഴിച്ചു, നിങ്ങൾ എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്നാണ് ഒരാൾ സമയം സ്പെൻഡ് ചെയ്തു എന്ന് ചോദിക്കുന്നത്. നിങ്ങൾ എത്ര പേർക്ക് വേണ്ടി നിങ്ങളുടെ സമയം ആളുകളെ പരിചരിക്കാൻ വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. അങ്ങനെ അത് ആഗ്രഹിക്കെ കാര്യങ്ങൾ രൂപപ്പെടുത്തിയ രാജ്യങ്ങളുണ്ട്. അതായത് ആ രാജ്യത്തെ ഒരു പൗരന് കിടപ്പ് രോഗിയായിട്ടുള്ള അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്ന ഒരാളെ പരിചരിക്കാൻ കൂടെ നിൽക്കാം. അയാൾ സ്വയം സന്നദ്ധനാണ്. 1 മണിക്കൂർ അതിനുവേണ്ടി ചെലവഴിച്ചാൽ ആ 1 മണിക്കൂർ സേവ് ചെയ്യുക അയാളുടെ അക്കൗണ്ട്. 10 മണിക്കൂർ ചെലവഴിച്ചാൽ 10 മണിക്കൂർ സേവ് ചെയ്യും. അല്ലെങ്കിൽ ആഴ്ചകൾ ഒരുപാട് എത്ര മണിക്കൂറാണ് ചെലവഴിക്കുന്നത് അത് സേവ് ചെയ്യും. അതായത് എല്ലാവർക്കും ഇത്തരം പരിചരണം ഉറപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നാളെ ചിലപ്പോൾ അദ്ദേഹവും ഒരു കിടപ്പ് രോഗിയായിട്ടോ അല്ലെങ്കിൽ ആശുപത്രിയിലോ ഒക്കെ കഴിയേണ്ട സാഹചര്യമില്ല. അപ്പൊ അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. ഇത് പരസ്പരം ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനമായിട്ടാണ് പണം സേവ് ചെയ്യുന്ന എത്ര പണം സേവ് ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് എത്ര സമയം നിങ്ങൾ ചെലവഴിച്ചു എന്നുള്ള ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S ജയമോഹൻ ട്രീറ്റ്മെന്റ് സപ്പോർട്ടിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ദിനത്തിന്റെ പ്രാധാന്യം പറയുന്നത് പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ളവരുടെ കൊണ്ടല്ലാതെ ജന്മന വൈകല്യങ്ങൾ സംഭവിച്ചു പോയിട്ടുള്ളവരെയും കുടുംബാംഗങ്ങളോടും സമൂഹം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നിങ്ങൾ ഒറ്റപ്പെട്ട പോയവരല്ല. നിങ്ങൾക്ക് ബന്ധപ്പെട്ട ആ ബുദ്ധിമുട്ട് പ്രയാസം പരിഹരിക്കാൻ സമൂഹമാകെ ഒപ്പമുണ്ട് എന്ന ഒരു സന്ദേശം കുടുംബത്തിന് മാനസിക കരുത്തം പകരുന്നതിന് വേണ്ടിയിട്ടാണ് ലോകത്തെമ്പാടും ഈ ദിനം പാലിയേറ്റീവ് ദിനമായി ആചരിച്ചു വരുന്നത് എന്നത് ഓർമ്മയുള്ള ഒരു കാര്യമാണ്. ഈ ദിനം ഓർത്തെടുത്ത് ഈ ദിനത്തിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പാലിയേറ്റീവ് രോഗബാധിതരായിട്ടുള്ളവരെയും അവരെ പരിചരിക്കുന്നവരെയും കുടുംബാംഗങ്ങളെയും പാലിയേറ്റീവ് രംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന ആശാവർക്കർമാർ, പാലിയേറ്റീവ് നേഴ്സന്മാർ, ഡോക്ടർമാർ, നേഴ്സന്മാർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു നല്ല ചടങ്ങ് സംഘടിപ്പിക്കാൻ തയ്യാറാവുകയും അവർക്ക് ആശ്വാസങ്ങൾ എത്തിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് സന്നദ്ധമുള്ള ആളുകളെ സമീപിച്ച് ആശ്വാസങ്ങൾ നൽകാനുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനത്തെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുക. ഈ ദിനം ഞാൻ ഒരു ജനപ്രതിയാവുന്നതിന് മുമ്പ് ഈ പാലിയേറ്റീവ് ദിനത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു ധാരണ ഇല്ലായിരുന്നതാണ്.
അപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് വന്നു 2 വർഷം കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്ന ഘട്ടത്തിൽ ഇതുപോലൊരു മാസത്തിൽ ആണ് ജനുവരിയിൽ. അപ്പോൾ ആ ദിനം തന്നെ നോക്കി ആ ദിനത്തിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് ഞാൻ ഏൽക്കുന്നു. ചടങ്ങിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷയായിരുന്നു. മരുന്ന് വാങ്ങുന്നതിന് ഡോക്ടർമാരെ നിയമിക്കുന്നതിനുമായിട്ട് നമ്മൾ ചെലവഴിക്കുന്നത്. അതുകൂടാതെ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി പാലിയേറ്റീവിന് എല്ലാ വർഷവും 10 ലക്ഷം രൂപ വീതമാണ് നമ്മുടെ 2 CHCകളിലേക്ക് നൽകുന്നത്. എന്നാൽ ഈ വർഷം നമ്മുടെ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം 4 ലക്ഷം രൂപ മാത്രമേ നമുക്ക് വെക്കാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും അടുത്ത പൈസ വരുമ്പോൾ അടുത്ത റിവിഷൻ വരുമ്പോൾ 4 ലക്ഷവും കൂടി കൊടുത്തുകൊണ്ട് 10 ലക്ഷം രൂപയുടെ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതുകൊണ്ട് നമുക്ക് ഈ 6 ലക്ഷം രൂപ വലിയ ഇതായിട്ട് നമ്മൾ 1 കോടി രൂപ ചെലവാക്കുകയെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം അത് പരിമിതമാണ്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC ജോസ് സ്വാഗതം പറഞ്ഞു. അഞ്ചൽ CHSC പാലിയേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാബു PL റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A നൌഷാദ് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം C അംബികാകുമാരി കിറ്റ് വിതരണം നടത്തി. തുടർന്ന് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N കോമളകുമാർ അനുമോദനം നടത്തി. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S മായാകുമാരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലേഖ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ കൈകൊട്ടിക്കളിയും അവതരിപ്പിച്ചു. റിപ്പോർട്ടർ സജി, അഞ്ചൽ. ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട്. അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ? എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്. കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.